നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊല്ലം നഗരത്തിൽ കളക്ട്രേറ്റിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. 2 നിലയിലുള്ള മനോഹരമായ വട്ട ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമേകിയ പരമേശ്വരനും കിഴക്കോട്ട് ദർശനമേകിയ പാർവതീദേവിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. പടിഞ്ഞാറും കിഴക്കുമായി ചതുരാകൃതിയിൽ പണിതീർത്ത 2 നമസ്കാര മണ്ഡപങ്ങൾ ഇവിടെയുണ്ട്. നാലമ്പലവും ആനക്കൊട്ടിലുമെല്ലാം കേരള തനിമയോടു കൂടിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമായ പടിഞ്ഞാറ് വശത്ത് നേർമുമ്പിലായി കുളം നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രേശൻ്റെ രൗദ്രഭാവത്തിന് ശമനമുണ്ടാകാനാവാം ഇവിടെയും ശിവപ്രതിഷ്ഠയ്ക്കു മുൻപിലായി ക്ഷേത്രക്കുളം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറും കിഴക്കും വശങ്ങളിൽ ക്ഷേത്രഗോപുരങ്ങൾ പണിതീർത്തിട്ടുണ്ട്. വിശാലമായ ക്ഷേത്രവളപ്പ് ചുറ്റുമതിലിനാൽ സംരക്ഷിക്കുന്നു. നാലമ്പലവും നമസ്കാര മണ്ഡപങ്ങളും ബലിക്കൽപ്പുരയും തിടപ്പള്ളിയും ധ്വജപ്രതിഷ്ഠയും ക്ഷേത്രഗോപുരങ്ങളുമെല്ലാം ഒരു മഹാക്ഷേത്രത്തിന് അനുസൃതമായി മനോഹരമായി പണിതീർത്തിരിക്കുന്നു. പഴയകാലത്ത് കച്ചേരിക്കകത്തുണ്ടായിരുന്ന ദേവീക്ഷേത്രം വേലുത്തമ്പി ദളവ ശ്രീമൂലം തിരുനാളിൻ്റെ കൽപ്പനയനുസരിച്ച് പരിഷ്കരിച്ച് ഇവിടെ പണിതുവെന്ന് പഴമ. തമിഴ്നാട്ടിൽ നിന്നും കച്ചവടത്തിനെത്തിയ ധനവാനായ ഏതോ വൈശ്യൻ ആനന്ദേശ്വര ഭക്തനായതിനാൽ ക്ഷേത്രം നിർമ്മിക്കുവാൻ സഹായിച്ചു എന്നും ഐതിഹ്യം. പിന്നീട് അവിടെ ദേവീപ്രതിഷ്ഠ നടത്തിയെന്നും പറഞ്ഞുവരുന്നു. ക്ഷേത്രനാമം ആനന്ദവല്ലീശ്വരം എന്നായി തീർന്നുവെന്നും പഴമക്കാർ പറയുന്നു. മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ കൊടികയറി 10 ദിവസം ഉത്സവം കൊണ്ടാടുന്നു. നവരാത്രിയോടനുബന്ധിച്ച് പാർവതീദേവിക്കും 9 ദിവസം ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. പൗർണമി നാളിൽ ശ്രീ പാർവതിയുടെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ച് മംഗല്യപുഷ്പാഞ്ജലി നടത്തുന്ന ഭക്തന് തടസ്സങ്ങൾ മാറി ഇഷ്ടമാംഗല്യം സാധ്യമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വര ക്ഷേത്രം. ശിവനും പാർവതിയും സന്തോഷത്തോടെ പരിലസിക്കുന്ന സന്നിധാനമാണ്. ഉപദേവതകൾ ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു എന്നിവരാകുന്നു. ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. സന്താനഭാഗ്യത്തിന് തൊട്ടിൽ നടക്കി വയ്ക്കുന്ന വഴിപാടും പ്രധാനമാകുന്നു ഇവിടെ.